ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എണ്ണ അധികം ഇല്ലാതെ പാവയ്ക്ക എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പാവയ്ക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതിനായി ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ചെറുതാണ്. ഇനി നമുക്ക് മുറിച്ചെടുക്കാം. 2 വശം അരിഞ്ഞു മാറ്റി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അങ്ങനെ ഞാൻ മുഴുവനായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ സീഡ് എടുത്ത് മാറ്റാം കേട്ടോ. കണ്ടോ, ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ മുഴുവനായിട്ട് അത് എടുത്ത് മാറ്റുക. അത് മുഴുവനായി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം ചേർക്കണമെന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായി കുഴച്ച് കൊടുക്കുക കേട്ടോ. മുളകും ഉപ്പും എല്ലാം പിടിക്കുന്നതിന് വേണ്ടി നന്നായി കുഴച്ച് കൊടുക്കുക. അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് കഴുകി അതിലോട്ട് ഒഴിക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇനി ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അധികം എണ്ണ ആവശ്യമില്ല ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വരും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്. താങ്ക് യു.